ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ഗുരുവായൂർ ശ്രീലകത്ത് വെണ്ണക്കണ്ണൻ്റെ അതിമനോഹരമായ ഒരു രൂപമാണ് തെളിഞ്ഞിരുന്നത്. മനസ്സിന് ആനന്ദവും നേത്രങ്ങൾക്ക് കുളിർമയും നൽകുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജാ അലങ്കാരം നമുക്ക് നോക്കാം. ഒരു 1.5-2 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചുമിടുക്കൻ ഉണ്ണിയായിട്ടാണ് ഇന്ന് കണ്ണൻ വിരാജിക്കുന്നത്. ചമ്രം പടിഞ്ഞിരിക്കുന്ന കണ്ണൻ്റെ ഭാവം കണ്ടാൽ ഏതൊരു ഭക്തൻ്റെയും മനസ്സങ്ങട് നിറയും. ആ കുഞ്ഞിക്കാലുകളിൽ പൊൻതളകൾ കിലുങ്ങണുണ്ട്. പച്ച നിറത്തിലുള്ള കുഞ്ഞി പട്ടുകോണാണ് ഉണ്ണി ധരിച്ചിട്ടുള്ളത്. ആ ചെറിയ കുമ്പയ്ക്ക് മുകളിലൂടെ സ്വർണ്ണക്കിങ്ങിണി മാലകൾ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നില്ലേ? എന്താ ഒരു ഭംഗിയല്ലേ! നല്ല ഭംഗിയാണ് ഉണ്ണീനെ കാണാൻ. ഉണ്ണി എങ്ങനെയായിരിക്കണേ നോക്കൂ. ചമ്രം പടിഞ്ഞിരിക്കുകയാണ്, അതായത് പത്മാസനത്തിലാണ് ഉണ്ണി ഇരിക്കുന്നത്. വലത് കയ്യിൽ പ്രിയപ്പെട്ട വെണ്ണയുരുളയുണ്ട്, ഇടത് കയ്യിലാവട്ടെ പൊന്നോടക്കുഴലാണ് പിടിച്ചിരിക്കുന്നത്. വെണ്ണയും പൊന്നോടക്കുഴലും പിടിച്ചിരുന്ന് ഭക്തരെ അനുഗ്രഹിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി. മാറില് മുല്ലമൊട്ടുമാലകളും സ്വർണ്ണഗോപിയും ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലും കവിളുകളിലും കാതുകളിലും സ്വർണ്ണഗോപികൾ തിളങ്ങുന്നുണ്ട്. ഭക്തരെ കാണുന്ന സന്തോഷത്തില് അതീവ തേജസ്സോടെ പുഞ്ചിരിച്ചിരിക്കുകയാണ് പൊന്നുണ്ണി. ആ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം തന്നെ അത് സച്ചിദാനന്ദ മൂർത്തിയുടെ ആനന്ദ സ്വരൂപമാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്, നമ്മുടെ മനസ്സിലേക്ക് സ്ഥിരപ്രതിഷ്ഠയായിട്ട് കയറി ഇരിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി. കണ്ണൻ്റെ ശിരസിലും കഴുത്തിലും ഒക്കെ ആയിട്ട് പുഷ്പാലങ്കാരവും ഉണ്ട്, മാലകൾ ചാർത്തിയിട്ടുണ്ട്. തിരുമുടിയിൽ 3 മയിൽപ്പീലികൾ കളപ്പത്തിനൊപ്പം അതിമനോഹരായിട്ട് ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. 4 തിരുമുടി മാലകളാണ് കണ്ണൻ്റെ കിരീടത്തിന് താഴെയായിട്ട് തലയിലുള്ളത്. വെളുത്ത പൂക്കളും തെച്ചിപ്പൂക്കളും ചേർന്നത്, വെളുത്ത പൂക്കളും തുളസിയും ചേർന്നത്, പിന്നെ വെളുത്ത പൂക്കൾ മാത്രമായിട്ടുള്ളത്, പിന്നെ താമരപ്പൂക്കൾ മാത്രമായിട്ടുള്ളത്. അങ്ങനെ 4 തിരുമുടി മാലകളാണ് ഉണ്ണിക്ക് ചാർത്തിയിട്ടുള്ളത്. കഴുത്തിൽ തടിച്ചുരുണ്ട 2 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂക്കളും കൊണ്ട് തീർത്ത അതിമനോഹരായിട്ടുള്ളൊരു ഉണ്ടമാല ഭഗവാന് ചാർത്തിയിട്ടുണ്ട്. അത് രണ്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കൊരുത്തുണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ അത് ഉണ്ണിയുടെ ദേഹത്ത് ചാർത്തിയിട്ടുമുണ്ട്. ഭക്തന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് രൂപം മാറുന്ന ഭക്തവത്സലനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. കയ്യിലിരിക്കുന്ന വെണ്ണ ഭക്തൻ്റെ നിർമ്മലമായ ഹൃദയത്തെയും ഓടക്കുഴല് പ്രണവനാദത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ചമ്രം പടിഞ്ഞിരിക്കുന്ന ആ ഇരിപ്പുണ്ടല്ലോ, അത് സർവചരാചരങ്ങളെയും തൻ്റെ മടിത്തട്ടിലേക്ക് സ്വീകരിക്കുന്ന കരുണാമയനായ ഭഗവാന്റെ ഭാവമാണ്. ആനന്ദം തൂകുന്ന കണ്ണൻ്റെ തിരുമുഖം നോക്കി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ നാരായണ നാമം ജപിക്കാം. അങ്ങനെ നാമം ജപിക്കുമ്പോൾ സകല ദുഃഖങ്ങളും അലിഞ്ഞില്ലാണ്ടാവും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നും നമ്മളോടൊക്കെ കൂടെ തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നാമജപം ചെയ്യാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.